ഓം ശ്രീനാരായൺ പരമഗുരവേ നമഃ. സുപ്രഭാതം. 1406 ദിവസമായ ഇന്ന് 2025 മാർച്ച് മാസം 21 വെള്ളിയാഴ്ച. 1200 ആണ്ട് മീനമാസം 7 ഗുരുവചനങ്ങളിലൂടെ ദേഹമനശുദ്ധികൾ വേണം. ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കരുത്. മതമത്സരങ്ങൾ വെടിയണം. സത്യധർമ്മങ്ങൾ വെടിയരുത്. എന്നാൽ വിവേകവും സുഖവും ഉണ്ടാകും. ശ്രീനാരായണ ഗുരുദേവൻ. ശ്രീ നടരാജഗുരു എഴുതിയ ഗുരുവരുൾ എന്ന പുസ്തകത്തിൽ പരമഹംസാനുഭൂതി എന്ന് വിവരിക്കുന്നതിൻ്റെ 5-ാം ഭാഗമാണ് ഇന്ന് അവതരിപ്പിക്കുന്നത്. ഗുരുവിൻ്റെ ബാഹ്യവൃത്തികളിൽ പ്രകടമായിരുന്ന അസാധാരണത്വം ചിലരെ ചകിതരാക്കി. അവർ അകന്നു മാറി. മറ്റു ചിലർ ധൈര്യമാർജിച്ച് അടുത്തു വന്ന് ഗുരുവിൻ്റെ മൗനം ഭേദിക്കുകയും കൂടുതൽ ആഹാരം കഴിക്കുവാൻ സമ്മർദ്ദം ചെലുത്തുകയും ചെയ്തു. അവിടുത്തെ അല്പാഹാരനിഷ്ഠ കണ്ട് അമ്പരന്നു പോയ ഒരു വയോധിക മാതൃത്വം ഉണരുകയാൽ ബലം പ്രയോഗിച്ച് ഗുരുവിൻ്റെ വായിൽ ഉരുളകൾ കുത്തിച്ചെലുത്തി വയ്ക്കുവാൻ പോലും മുതിർന്നു. അടുക്കാൻ മനസ്സ് വരാതിരുന്ന ഒരു വലിയ സംഘം ആളുകൾക്ക് അദ്ദേഹം ബുദ്ധിഭ്രംശം വന്ന ഒരാൾ മാത്രമായിരുന്നു. പാവപ്പെട്ട ഭക്തജനങ്ങളെ ചൂഷണം ചെയ്യുവാൻ കാത്തിരിക്കുന്ന ഒരു കപട വേഷധാരി ആയിരിക്കുമെന്ന് നിരൂപിച്ചവരും കുറവല്ല. തിന്മയുടെയും അലസതയുടെയും മുകളിൽ വിശുദ്ധിയുടെ മറയും ചൂടി നടക്കുന്ന ഒരാളായിരിക്കാമെന്ന് ചിലർ സങ്കല്പിച്ചു. ആരോടും യാതൊരു ഭാവവും ആവശ്യപ്പെടാതെ നിർമ്മമനായി അദ്ദേഹം ഇരുന്നതേയുള്ളൂവെങ്കിലും തൽസന്നിധിയിലെത്തി പ്രകടമായി ആക്ഷേപിക്കുവാനും പുലഭ്യം പറയുവാനും അന്ന് ചിലർക്ക് തോന്നിയിരുന്നതാണ് അത്ഭുതം. യാതൊരു കാരണവും കൂടാതെ അവർ അദ്ദേഹത്തെ വെറുക്കുകയും പഴിക്കുകയും വളരെ മൂർച്ചയുള്ള ഭാഷയിൽ വിഷലിപ്തമായ തീവ്രശരങ്ങൾ പ്രയോഗിക്കുകയും ചെയ്തിരുന്നു. ഇതൊന്നുകൊണ്ടും ഭ്രമിച്ച് ഗുരു ചിലരിൽ അധികം പ്രീതനാവുകയോ മറ്റു ചിലരിൽ അപ്രീതനാവുകയോ ഉണ്ടായില്ല. മിത്രങ്ങളിൽ നിന്നും ശത്രുക്കളിൽ നിന്നും ഒരുപോലെ മുക്തനായിരുന്ന അദ്ദേഹം തനിക്ക് ഏകാവലംബം ദൈവമായിരുന്നതിനാൽ മനസ്സിനെ മാനാപമാനങ്ങളുടെ സീമയ്ക്കപ്പുറത്ത് ശാശ്വതമായി പ്രകാശിക്കുന്ന നിരതിശമായ ആനന്ദലഹരിയിൽ നിവേശിപ്പിച്ച് മൗനമായിരിക്കുകയാണുണ്ടായത്. സമിഷ്ടിയെ ആലിംഗനം ചെയ്ത് ഐക്യം നൽകുവാൻ പര്യാപ്തമായ ആത്മസൂര്യൻ്റെ ആദ്യ രശ്മികൾ കൊണ്ട് അന്തരംഗം ജ്വലിക്കുവാൻ തുടങ്ങിയതോടുകൂടി ഇന്ദ്രിയങ്ങൾക്ക് വിഷയങ്ങളിലുള്ള അഭിരുചി നഷ്ടമാവുകയും അവയിലെല്ലാം സഹജമായി അങ്കുരിച്ച വൈമുഖ്യം വളരുകയും ചെയ്തു. ഏവർക്കും നന്മ നിറഞ്ഞ ഒരു സുദിനമായിരിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. ഗുരുധർമ്മം ജയിക്കട്ടെ. ശബ്ദം നൽകിയത് സുജീഷ്.